ഇറാൻ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കുന്നതുവരെ അമേരിക്കൻ സൈന്യം ഇറാന് ചുറ്റും നിലയുറപ്പിക്കുമെന്നും വീഴ്ച വരുത്തിയാൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കയുടെ എല്ലാ യുദ്ധക്കപ്പലുകളും, വിമാനങ്ങളും, സൈനികരും, ആയുധശേഖരവും ഇറാന് ചുറ്റും തന്നെ തുടരും. കരാർ പൂർണ്ണമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ സൈന്യത്തെ പിൻവലിക്കില്ല. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നും ഹോർമോസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് സുരക്ഷിതമായി തുറന്നു നൽകുമെന്നും നേരത്തെ തന്നെ ധാരണയായ കാര്യമാണെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. ഇറാന്റെ സൈനിക ശേഷി നിലവിൽ തന്നെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ കരുത്താർജിച്ച് അടുത്ത വിജയത്തിനായി അമേരിക്കൻ സൈന്യം കാത്തിരിക്കുകയാണെന്നും ട്രംപ് കുറിച്ചു. വെടിനിർത്തൽ നിലവിൽ വന്ന ഏപ്രിൽ 8 തന്നെ ഇരു രാജ്യങ്ങളും പരസ്പരം കരാർ ലംഘനം ആരോപിച്ചിരുന്നു. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുന്നത് കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. കൂടാതെ ഇറാന്റെ വ്യോമാതിർത്തിയിൽ അമേരിക്കൻ വിമാനങ്ങൾ അതിക്രമിച്ച് കയറിയതായും തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ അവകാശത്തെ അമേരിക്ക തടയുന്നതായും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ചർച്ചകൾ അർത്ഥശൂന്യമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. അതേസമയം വെടിനിർത്തലിൽ ലെബനൻ ഉൾപ്പെടില്ല എന്ന് ട്രംപും നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും ഏപ്രിൽ 10 വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും. ഇറാന്റെ 10 നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് മധ്യസ്ഥനായ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ പുതിയ നിലപാടും ഇറാൻ നടത്തുന്ന പുതിയ ആക്രമണങ്ങളും ചർച്ചകളുടെ വിജയത്തെ സംശയത്തിലാക്കുന്നു.